എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയങ്കരനായ രായാവ് കൃഷ്ണകുമാറിനും അദ്ദേഹത്തിന്റെ മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ ഒരു 8 ലക്ഷം രൂപയുടെ ജാമ്യമില്ലാ കേസ് പ്രകാരമുള്ള കേസ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 60 ലക്ഷം രൂപയുടെ മറ്റൊരു അഴിമതിയും ഇതിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. ഇത് ഓൾറെഡി മ്യൂസിയം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഐഡിയിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം ഈ വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടൻ പ്ലസ് പൊളിറ്റീഷ്യൻ, BJPയുടെ വലിയൊരു നേതാവായിട്ടുള്ള കൃഷ്ണകുമാർ, ഈ കൃഷ്ണകുമാറിന്റെ മക്കളിൽ ഒരാളാണ് ദിയ കൃഷ്ണ. ഈ ദിയ കൃഷ്ണ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്നിട്ട് കോളുകളൊക്കെ സൃഷ്ടിക്കുന്ന ഒരാളാണ്. ഈ ദിയ കൃഷ്ണന് OBOC എന്ന് പറയുന്ന ഒരു സ്റ്റോറുണ്ട്. ഈ ആഭരണങ്ങളും തുണികളും എല്ലാം ഉള്ള ഒരു കടയുണ്ട്. ഈ സ്റ്റോറിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിയ കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരുടെയെങ്കിലൊക്കെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ ഒരു സ്റ്റാഫ് കബളിപ്പിക്കപ്പെട്ടു, നമ്മൾ ഒരു സ്റ്റാഫിനാൽ കബളിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പല കസ്റ്റമേഴ്സിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരോട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസിന്റെ വിശദാംശങ്ങളാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്, ഇതിനകത്ത് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാധനം, എത്ര വ്യക്തമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം മാനേജ് ചെയ്യാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ, കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇട്ടിരിക്കുന്ന അണ്ടർവെയർ വരെ അടിച്ചുകൊണ്ട് പോകുന്ന ആ സ്റ്റാഫുകൾ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമുക്ക് ആദ്യം ഈ വാർത്ത ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ കേസ്. ദിയയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരികളുടെ പരാതിയിലാണ് തട്ടിക്കൊണ്ടുപോകലിന്റെ കേസ്. ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയതിന് കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ജീവനക്കാരികൾക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ദിയ കൃഷ്ണന്റെ കടയിൽ കച്ചവടം നടക്കുന്നു. കച്ചവടം നടക്കുമ്പോഴത്തേന് ഇവരൊരു QR ഉണ്ടല്ലോ, ഈ QR മാറ്റിയിട്ട് മറ്റേ ഫഹദ് ഫാസിൽ രജനീകാന്തിന്റെ ഒരു പടത്തിനകത്ത് ചെയ്യുന്ന പോലെ QR മാറ്റി ഇവരുടെ QR കാണിച്ചു കൊടുക്കുന്നു. ഇവരുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഈ സ്റ്റാഫിന്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ ഈ പണമെല്ലാം വാങ്ങുന്നു. ഇത് ഓൾറെഡി ഇവർ സംസാരിക്കുകയും ഇത് സെറ്റിൽമെന്റിന് ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പൈസ ഒന്നും തിരിച്ചു കിട്ടാത്തതായിട്ട് ബന്ധപ്പെട്ട് ഇവരുകൊണ്ട് കേസ് കൊടുത്തു. 69 ലക്ഷം രൂപയാണ് ഈ 3 സ്റ്റാഫുകൾ ചേർന്നിട്ട് OBOCയുടെ അക്കൗണ്ടിലേക്ക് വരേണ്ട പണം മോഷ്ടിച്ചുകൊണ്ട് പോയത്, അടിച്ചു മാറ്റിക്കൊണ്ട് പോയതെന്നാണ് ഇവരവകാശപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 8 ലക്ഷം രൂപയോളം അവർ തിരിച്ചു കൊടുത്തു. ബാലൻസ് അമൗണ്ട് ചോദിച്ച് നിന്ന സമയത്ത് ഇവർ കൊണ്ടൊരു കൗണ്ടർ കേസ് കൊടുത്തു. ഈ 3 കേസ് വന്നിട്ടുള്ള ആളുകൾ അവർ പറയുന്നത്, ഈ കൃഷ്ണകുമാറും അവരുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഇവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി 8 ലക്ഷം രൂപ മേടിച്ചു എന്നാണ് അവരുടെ പരാതിയെ ഇരുവർക്കുമെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി KG കമലേഷ് ചേരുകയാണ്. കമലേഷ്, ആദ്യം കൃഷ്ണകുമാർ പരാതി നൽകുന്നു. മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ അവരെ പറ്റിച്ചു എന്ന പരാതി. പിന്നാലെ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഈ ജീവനക്കാരികൾ പരാതി കൊടുക്കുന്നു. കൗണ്ടർ കേസാണോ? എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? അതൊരു കൗണ്ടർ കേസ് തന്നെയാണ് അനൂപ്. നമ്മൾ പോലീസോട് അന്വേഷിച്ചപ്പോൾ ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഈ കവടിയാറിൽ OBOC എന്നുള്ള പേരിൽ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ പേരിൽ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ ഈ OBOC എപ്പോഴും ട്രെൻഡിങ് ആണ്, ദിയ കൃഷ്ണനും എപ്പോഴും ട്രെൻഡിങ് ആണ്. എന്തെങ്കിലുമൊക്കെ വള്ളിക്കെട്ട് എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. അത് പുള്ളിക്കാരിയെ കൊണ്ട് പറ്റത്തുള്ളൂ കേട്ടോ, അതൊരു സ്കില്ലാണത്. ജീവനക്കാർ ഈ QR കോഡ്, ആ സ്ഥാപനത്തിന്റെ QR കോഡ് മാറ്റിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം പോകുന്ന രീതിയിലേക്ക് അത് തിരിമറി നടത്തുകയായിരുന്നു. അത് ഓഡിറ്റിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 69 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തുകയും ഇതുവരെ കൃഷ്ണകുമാർ വിളിച്ചു വരുത്തുന്നു, ആ ചർച്ച നടത്തുന്നു. അവർ ആ തെറ്റ് സമ്മതിച്ചു എന്നാണ് കൃഷ്ണകുമാർ നമ്മോട് പറഞ്ഞത്. പക്ഷേ തെറ്റ് സമ്മതിച്ചപ്പോൾ ഇത് കേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ പണം നൽകണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ 8 ലക്ഷം രൂപ കൈമാറി എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. ബാക്കി പണം പിന്നാലെ തരാം, പക്ഷേ നിങ്ങൾ കേസ് കൊടുക്കരുത് ഈ 3 വനിതാ ജീവനക്കാരികളും ഒപ്പം തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളും പറഞ്ഞു എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. പക്ഷേ തിരികെ പോയ അവർ തിരിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ കൃഷ്ണകുമാറും മകളും മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയായിരുന്നു. ആ പരാതിയിൽ ഈ ഒരു QR കോഡ് തട്ടിപ്പിൽ ഈ 3 വനിതാ ജീവനക്കാരികൾക്കെതിരെ കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 3 വനിതാ ജീവനക്കാരികൾ കൃഷ്ണകുമാറിനും ഒപ്പം ദിയയ്ക്കുമെതിരെ പരാതി കൊടുത്തത്. അതിൽ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവ്വം പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു, പണം ഞങ്ങളത് വാങ്ങിച്ചു, ബലപ്രയോഗിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് അപ്പോൾ കേസായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ OBOCയിൽ 2024 ജൂലൈ മുതലെങ്ങാണ്ടാണ് ഈ സംഭവം വന്നത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അത്രയും നാളുകൾക്കിടയിൽ 69 ലക്ഷം രൂപയുടെ സെയിൽസ് ഇവിടെ നടന്നു. അപ്പോൾ ആ നാൾ മുതൽ ഇത്രയും ദിവസത്തിനിടയിൽ അവിടെ നടന്ന സെയിൽസ് എന്താണ്, അവിടെ വിറ്റുപോയ കച്ചവടം എന്താണ് എന്നത് ഈ സ്ഥാപനത്തിന് ഓണറായ ദിയ കൃഷ്ണന് അറിയത്തില്ല. അപ്പൊ പിന്നെ ഈ കസ്റ്റമർ സാധനം കിട്ടി, റിസീവായി, അവർ സാറ്റിസ്ഫൈഡ് അല്ല, ഞങ്ങൾ കംപ്ലൈന്റ് റൈസ് ചെയ്തു, ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്ന സാധനത്തെക്കുറിച്ച് ദിയ അറിയാത്തതിൽ നമ്മൾ യാതൊരു തെറ്റും പറയുന്നില്ല കേട്ടോ. ആ സ്ഥാപനത്തിൽ വരേണ്ട 69 ലക്ഷം രൂപയുടെ കേസ് അറിയാത്തൊരു ഓണർ
കസ്റ്റമറുടെ കംപ്ലൈന്റ് അറിയണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. 69 ലക്ഷം എന്ന് പറയുമ്പോൾ ഇവര് വിറ്റ് പോകുന്നുണ്ട്. ആ സ്റ്റോക്ക് ഇവർ വീണ്ടും എടുത്തിട്ട് വീണ്ടും ഇവർ പ്രൊമോഷൻ നടത്തി സെല് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഓൾറെഡി വരുന്നുണ്ട്. അപ്പൊ വിറ്റ് പോകാതെ സ്റ്റോക്ക് വരത്തില്ലോ. ഇത് അക്കൗണ്ട്സ് ഒന്നും ചെക്ക് ചെയ്യുന്നൊന്നുമില്ല, ചുമ്മാ പേടിക്കുന്ന വിൽക്കുന്ന പോകുന്നു. ആ സെറ്റപ്പ് ആണല്ലേ. നല്ലതാ. നമുക്ക് ആദ്യം നമുക്ക് ഇതിന്റെ FIR നോക്കുവാണെങ്കിൽ ഇത് കൃഷ്ണകുമാർ കൊടുത്ത FIR ആണ്. ഈ FIRനകത്ത് 3 പേർക്കെതിരെയാണ് കൃഷ്ണകുമാർ കംപ്ലൈന്റ് റൈസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വിനീത, 2 ദിവ്യ, അടുത്തത് രാധാകുമാരി, പിന്നെ ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള വിനീതയുടെ ഹസ്ബൻഡായിട്ടുള്ള ഒരാൾക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഇവര് പ്ലാൻ ചെയ്തിട്ട് ഇവിടുന്ന് പൈസ അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇവര് പറയുന്ന വാദം. ഇനി നമുക്കിതിന്റെ FIRന്റെ ഉള്ളടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആവലാതിക്കാരന്റെ മകൾ നടത്തുന്ന കവടിയാർ അഡ്രസ് ഒന്നും വേണ്ടല്ലോ, OYOC എന്ന ഇമിറ്റേഷൻ കടയിലെ സ്റ്റാഫുകളായ 1 മുതൽ 3 വരെയുള്ള പ്രതികൾ ചേർന്ന് ആവലാതിക്കാരന്റെ മകളെ ചതിച്ച് വഞ്ചിച്ച് വിശ്വാസവഞ്ചന ചെയ്ത് ആവലാതിക്കാരന്റെ മകൾക്ക് അന്യായമായ നഷ്ടവും പ്രതികൾക്ക് അന്യായമായ ലാഭവും ഉണ്ടാക്കാമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി 2024 ജൂലൈ മാസം മുതൽ സ്ഥാപനത്തിന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പേരൂർക്കട ബ്രാഞ്ചിലുള്ള അക്കൗണ്ട് നമ്പർ നമുക്ക് വേണ്ട, സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിനെ സ്കാൻ ചെയ്യാൻ കൊടുത്ത QR കോഡ് മാറ്റി പകരം 1 മുതൽ 3 വരെയുള്ള പ്രതികൾ ടിയാന്മാരുടെ GPayയിൽ QR കോഡ് സ്കാൻ ചെയ്യാൻ നൽകി പ്രതികൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാധനങ്ങൾ വിറ്റതിലേക്കുള്ള പണം കസ്റ്റമേഴ്സിൽ നിന്ന് ശേഖരിച്ചു വെച്ച് ആവലാതിക്കാരന്റെ മകൾക്ക് 69 ലക്ഷം രൂപ നഷ്ടമുണ്ടാക്കുകയും വിവരമറിഞ്ഞ് ആദ്യം ചോദ്യം ചെയ്ത ആവലാതിക്കാരന്റെ മകൾ 1-ാം പ്രതിയുടെ ഭർത്താവായ 4-ാം പ്രതി 31/5/2025 രാത്രി ഫോൺ വഴി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതിക്കകത്ത് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ OYOC നിൽക്കുന്നത് CCTV ക്യാമറ ഒക്കെ ഉള്ളൊരു ഷോപ്പിലാണ്. ഈ CCTV ക്യാമറയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് ദിയാകൃഷ്ണൻ ഒരു വീഡിയോ ഒക്കെ ഇടുന്ന കാണാം, ഈ ബിസി ഷെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന QR സ്കാൻ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളും എല്ലാം ഇവരുടെ ഉണ്ടാവും. ഈ ഇവരുടെ പേഴ്സണൽ ഇതിലേക്ക് സ്കാൻ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ പണം കയറിയതും കാണാൻ സാധിക്കും. ഏതായാലും നല്ല മൂല്യമുള്ള സ്റ്റാഫിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല സ്റ്റാഫുകൾ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റിയ സ്റ്റാഫുകളെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. വിശ്വസിച്ചെല്ലാം ഏൽപ്പിച്ചു. എൻ്റെ സംശയമില്ല 69 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഇറങ്ങിപ്പോയിട്ട് ഇതിൻ്റെ ഓണറും ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എനിക്കതൊരു വല്ലാത്ത അത്ഭുതം തന്നെ. 69 ലക്ഷം രൂപ 2024 ജൂലൈ മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഇവർ അന്ന് പറഞ്ഞ പോലെ മില്യൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കൃഷ്ണകുമാർ ഈ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ സൈഡ് പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? നമസ്കാരം. അല്ല, വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം പോയി തുടങ്ങുമ്പോഴേ അറിയേണ്ടത് തന്നെയാണ്. പക്ഷെ എന്താ പറ്റുന്ന വെച്ചാൽ ഇവിടെ കറക്റ്റായിട്ട് ബിസിനസ് പൊക്കൊണ്ടിരുന്നു, എല്ലാം കൃത്യമായി പൊക്കൊണ്ടിരുന്നു. ഈ ഗർഭിണിയായ സമയത്ത് സ്വാഭാവികമായിട്ട് പലർക്കും സിക്നസ് വരും ഈ ഗർഭിണിയാവുന്ന സമയത്ത്. അപ്പോൾ വല്ലാത്ത ഇതിൽ എന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇവളുമായിട്ട് വളരെ അടുപ്പം. ഈ പ്രൊമോഷൻ ചെയ്യാനായിട്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇന്ന് നമ്മളുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, നമ്മളുടെ ഇത് ഈന്തപ്പഴത്തിന്റെ കളറുള്ള ചുരിദാർ വന്നിട്ടുണ്ട്, അല്ലെ സാരി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിടുന്ന സമയത്ത് പൈസ വേണ്ട, പൈസയുടെ ആവശ്യമില്ല. 69 ലക്ഷം രൂപ പോയത് അറിഞ്ഞില്ല. പൈസ വേണ്ട. നമ്മളൊന്നും സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ചവരല്ല. നമ്മുടെ അക്കൗണ്ടിൽ ഒരു 100 രൂപയുടെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കും, അയ്യോ എന്ത് പറ്റി 69 ലക്ഷം രൂപ നമുക്കൊന്നും സീനില്ലല്ലോ. നമ്മളൊരു വിശ്വസ്തരും, കാരണം ഇവരുടെ എല്ലാ ചടങ്ങുകളും നോക്കിയാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫോട്ടോസ് ഈ 3 കുട്ടികൾ കൂടെ ഉണ്ട്, അത്ര വിശ്വസ്തരാണ്. നല്ല വിശ്വസിക്കാൻ പറ്റിയ കുട്ടികൾ. ഇതിനകത്ത് ദിയാകൃഷ്ണനെ തെറ്റു പറയാൻ പറ്റില്ല കേട്ടോ. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, ഇല്ല, അല്ലെങ്കിൽ അവർക്ക് വയ്യാതായി എന്തോ കാരണങ്ങൾ കൊണ്ട് ഇവർ ചെക്ക് ചെയ്തില്ല. ഇവരൊരാളെ വിശ്വസിച്ചൊരു സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശ്വസിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതായത് ഏൽപ്പിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് ആ വിശ്വാസം നിലനിർത്തുക എന്നുള്ളത്. നിലനിർത്തിയില്ലെന്ന് മാത്രമല്ല 69 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി എന്നാണ് ഇവര് പറയുന്നത്. ഒരിക്കലും സംശയം തോന്നാതെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ബിസിനസ് ഡള്ളാവുന്നതാണ് ഇവർ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ വരുന്നില്ല. ഇത് ചോദിച്ചപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് 3 ജോലി രാജിവെച്ച് പോകുന്നു. കൂടുതൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പോലീസിലോട്ട് പരാതി കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഇവർ ഓടിപ്പിടിച്ച് വന്ന് ഫ്ളാറ്റിൽ താഴെ നിന്ന് സംസാരിക്കുന്നു. ഇവർ ആദ്യമേ പറഞ്ഞ് ഞങ്ങൾ പൈസ എടുത്തിട്ടുണ്ട്, തിരിച്ചു തരാം. അങ്ങനെ അവിടെ ഫ്ളാറ്റിൽ അവിടെ കുറച്ചു നേരം കാത്തിരുന്ന് സംസാരമായപ്പോഴത്തേക്ക് അവിടുത്തെ അസോസിയേഷൻ ആൾക്കാർ പറയുന്നു ഇവിടെ ഇരിക്കാൻ പാടില്ല,
നിങ്ങൾ കൃഷ്ണകുമാർ ഓഫീസിലോട്ട് പോകും, അത് ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവരുന്നു. ഇതെല്ലാം ഞങ്ങളുടെ തെളിവുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളുടെ വാഹനത്തിൽ തന്നെ ഇവർ വരുന്നത്. ഇവരുടെ ഭർത്താക്കന്മാർ 2 വീലറിലും വരുന്നു. ഇത് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് സംസാരിക്കും. ഇതിന്റെ എല്ലാം തെളിവുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഓഫീസിലും CCTV കാണും, പോകുന്ന വഴികളിലും CCTV വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവരുടെ ജ്വല്ലറിയിൽ അല്ലെങ്കിൽ ഇവരുടെ ഈ ഓർണമെന്റ് സ്റ്റോറിൽ ഓൾറെഡി ഇത് വെച്ച് കാണിച്ചത് സ്കാൻ ചെയ്യുന്നത് CCTVയിൽ കിട്ടിയിട്ടുണ്ടോ. അപ്പൊ ഇവർ പറയുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ ഇതിനെല്ലാം തെളിവുകളുണ്ടാവും. എനിക്കിവര് ഈ കൃഷ്ണകുമാരൻ ദിയ കൃഷ്ണൻ കള്ളം പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇച്ചിരി ഒരു അഹങ്കാരം കൂടുതലുണ്ടെങ്കിലും കള്ളത്തരം പറയേണ്ട കാര്യം അവർക്കുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും പെടുത്താനുള്ള പരിപാടിയാണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനന്തിന്റെ വീട്ടിൽ പോലീസിനെ അയച്ചു, അല്ലെങ്കിൽ പിള്ളേരുടെ വീട്ടിൽ പോലീസിനെ അയക്കുന്ന പേടിച്ച് പിള്ളേർ 8 ലക്ഷം രൂപ കൊടുക്കാൻ സംബന്ധിച്ചാണ്. എന്താ സംഭവം നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇത് പൂർണ്ണമായിട്ടുള്ള സാധനം വരണം. ഭക്ഷണം കഴിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് പൈസ എത്രയും പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഇതിൽ ഭർത്താക്കന്മാർ പുറത്തു പോയിട്ട് ഒരു 3 മണിക്കൂറിനകത്ത് 8,82,000 രൂപ കൊണ്ടോ ഇവിടെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. ബാക്കി പൈസ പിന്നീട് തരാൻ ഞങ്ങൾക്ക് ഇവരെ പരാതിക്ക് പോകരുത്. അങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് ഇവർ പോയി കഴിഞ്ഞ് രാത്രി മകളെ ഇതിൽ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അപ്പൊ നമുക്കിത് ശരിയായിട്ട് തോന്നിയില്ല. അങ്ങനെ നമ്മൾ കണ്ടോൺമെന്റ് ഈ സമയത്താണ് ദിയ ഇൻസ്റ്റാഗ്രാമിൽ പല പല പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് വെച്ചില്ല. പല കസ്റ്റമേഴ്സ് പറയുന്നതും പണം മറ്റേതെങ്കിലും സ്റ്റാഫ് നിങ്ങളുടെ അവരുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയോ എന്ന ഒരു സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ദിയ കൃഷ്ണയുടെ പല കസ്റ്റമേഴ്സും ഇന്ന ദിയ എന്ന് പറയുന്ന സ്റ്റാഫിന് അയച്ചു കൊടുത്തു, ദിവ്യ എന്ന് പറയുന്ന സ്റ്റാഫിന് അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് അയച്ചു കൊടുത്തു എന്നുള്ള ചാറ്റ് സ്ക്രീൻഷോട്ടൊക്കെ ദിയ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനത് സ്ക്രീൻഷോട്ട് നിർത്തില്ല. നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇത്ര വലിയ ബില്ല് ഉണ്ടാകും, ഇത് വലിയൊരു കണ്ടന്റ് ആവുന്നത് ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോ ഇവര് കൗണ്ടർ കേസ് കൊടുത്തു ഞങ്ങൾക്കെതിരെ. ഞങ്ങൾ ഇവരെ എന്തോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് ഇടിച്ച് പൈസ എടുത്തുന്നോ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അണ്ണ അതൊക്കെ ഉള്ളയാണോ? നിങ്ങളായോണ്ട് നമ്മൾ സംശയിക്കും. നിങ്ങളതൊക്കെ ചെയ്യാൻ ഗട്സ് ഉള്ള ഒരാളാണ്. നിങ്ങൾ ഇനി പിള്ളേരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 69 ലക്ഷം രൂപ ചിലപ്പോൾ ചെയ്തെന്നൊക്കെ ഇരിക്കും. ഉള്ളതുപോലെ പറയണ നമുക്ക് കൃത്യം അതറിയില്ല. ഇതാണ് നടന്നിരിക്കുന്നത്. ഇതിന് ശേഷം ഇപ്പൊ അറിയാൻ കഴിയുന്നു, എനിക്കിപ്പോഴും എന്നെ വിളിച്ചിട്ടില്ല സ്റ്റേഷനിൽ നിന്ന്. എനിക്കും മകൾക്കും നമ്മുടെ കുടുംബത്തിലെ 6 പേർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം വിളിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് കേസെടുത്തിട്ടുണ്ടെന്ന് അണ്ണ അറിഞ്ഞത്? അണ്ണൻ ഇവിടെ മാത്രമല്ല, അങ്ങും പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെയാണ് പിടി. എല്ലാവരും ഞങ്ങൾ 6 പേരും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ഉടനെ തന്നെ ഞാനിപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചു. ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അവിടുന്ന് റെസ്പോൺസ് വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 1% പോലും ഒരു തെളിവ് പോലും അവരുടെ പക്ഷത്തില്ല. ഒരു കൗണ്ടർ കേസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കുകയും അതുപോലെ ഞങ്ങൾക്ക് വേണമെങ്കിൽ വാർത്തയിലൊക്കെ എന്ത് വേണം വാർത്താ മാധ്യമങ്ങളെ വിളിച്ചറിയിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ സോഷ്യൽ മീഡിയ എഴുതാം. അപ്പോഴും അവർ പെൺകുട്ടികളാണ്, അവർ പോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. ദിയയുടെ സ്റ്റാറ്റസ് ഞാൻ കണ്ടതാണ്. ഈ സ്റ്റാഫിന്റെ പേരുൾപ്പെടെ നമ്മൾ അറിയിച്ചതൊക്കെ തന്നെ. നമ്മൾ ഒരു മയത്തിനൊക്കെ അടിക്കി നമ്മൾ ചെയ്തു. നമ്മൾ പൈസ കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് നൈസിന് നിന്നു. ഇനി അന്നേ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഇതെന്ന് ഈ കേസ് കൊടുത്ത ഡേറ്റ് അറിയാൻ പറ്റുമല്ലോ. 3/6/2025 കേസ് കൊടുത്തു. 3/6 ജൂണിലെ കേസ് കൊടുത്തു. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ പിള്ളേരുടെ പേരും കാര്യങ്ങളൊക്കെ ദിയ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണകുമാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ദിയ സ്ഥാപനത്തിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞിട്ടില്ലയോ അതുപോലെ കൃഷ്ണകുമാർ സാർ ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ QR കോഡ് കമ്പനിയുടെ വർക്ക് ചെയ്യുന്നില്ല, വേറെ QR കോഡ് എന്ന് പറഞ്ഞ് ഇവരുടെ ഫോൺ കാണിച്ച് അതിലോട്ട് കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ സഹിതം ഞങ്ങളുടെ ഇരിക്കുക. CCTV ക്യാമറയുടെ കീഴിൽ നിന്ന് ഇത്രയും ചെയ്യത്തക്ക ഇത്രയും മന്ദബുദ്ധികളായ സ്റ്റാഫിനെയാണ് നിങ്ങൾ എടുക്കുന്നത്. കള്ളത്തരം കാണിക്കുമ്പോൾ കൃത്യമായിട്ട് കള്ളത്തരം കാണിക്കാനെങ്കിൽ കഴിവുള്ളവരെ വേണ്ടേ ജോലിക്കെടുക്കാനായിട്ട്? മന്ദബുദ്ധി പിള്ളേർ. ഇതെല്ലാം പോലീസിൽ കൊടുത്തിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഇതുപോലെ ഒരു തെളിവില്ല. അവരെ കെട്ടിയതോ കൊണ്ടുപോയതോ ഒന്നുമില്ല. കാരണം അത്ര ട്രാൻസ്പെറന്റ് ആയ വിഷയമാണ്. പക്ഷെ ഇതെങ്ങനെയാണ് കെട്ടിന്ന് കൊണ്ടുപോയെന്ന് തെളിവില്ല. നമ്മൾ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അത് തെളിവില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവരൊരു കൗണ്ടർ കേസ് കൊടുത്തു. കൗണ്ടർ കേസ് കൊടുക്കുമ്പോൾ പോലീസ് ആ കേസ് എടുത്തിട്ട് നിങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിന് കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചുമ്മാ എടുക്കൂ? എനിക്കറിയത്തില്ല. ഏതായാലും ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു സ്ഥാപനം നടക്കുന്നു. ആ സ്ഥാപനത്തിൽ 2-3 സ്റ്റാഫ് ജോലിക്ക് വരുന്നു. ഈ സ്റ്റാഫ് ആ സ്ഥാപനത്തിന്റെ QR കോഡ് മാറ്റി ഇവരുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട്സ് QR കോഡ് കൊടുക്കുന്നു. അതിലേക്ക് ഇവരുടെ സ്ഥാപനത്തിൽ ബിസിനസ് നടത്തി വരേണ്ട പണത്തിൽ നിന്ന് 69 ലക്ഷം രൂപയോളം തട്ടിയെടുക്കുന്നു. തട്ടിയെടുത്തത് ഇവരെ കയ്യോടെ പിടിക്കുന്നു. പല സ്റ്റാഫുകളും പറഞ്ഞ് കയ്യോടെ പിടിക്കുന്നു. ഇവരിത് ക്രോസ് ചെക്ക് നടത്തുന്നു. ക്രോസ് ചെക്ക് നടത്തി ഈ സ്റ്റാഫുകളെ പുറത്താക്കുന്നു, അല്ലെങ്കിൽ ഈ സ്റ്റാഫുകൾ പുറത്തു പോകുന്നു. അതിനുശേഷം ഈ സ്റ്റാഫുകൾ തിരിച്ചു വന്നിട്ട് എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കണമെന്ന് പറയുന്നു. 8,80,000 രൂപ സ്പോട്ടിൽ കൊടുക്കുന്നു, ബാലൻസ് എമൗണ്ട് തരുമെന്ന് പറയുന്നു. വീട്ടിൽ പോയതിനു ശേഷം ഇവരിരുന്ന് ചിന്തിക്കുന്നു, നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ പണം കൊടുക്കില്ല എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഇവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇവർ കൊണ്ട് കേസ് കൊടുക്കുന്നു. ഇവർ കൊടുത്ത കേസിന് കൗണ്ടർ കേസായിട്ട് അവർ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി 8,80,000 രൂപ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. യാഥാർത്ഥ്യം എന്തെന്ന് തമ്പുരാൻ അറിയാം. ഈ കൃഷ്ണകുമാരൻ ദിയ കൊണ്ട് എനിക്ക് തീരെ വിശ്വാസമില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. 69 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ അപേക്ഷിച്ച് വലിയൊരു എമൗണ്ട് ആണ്.
അവർക്ക് ഓരോരുത്തർക്കും അർഹതപ്പെട്ട പണമുണ്ട്. അർഹതപ്പെട്ട പണം മാത്രമേ അവർക്ക് കിട്ടൂ, അത് മാത്രമേ കിട്ടാവൂ. ആ സ്ഥാപനം സാധനങ്ങൾ വിറ്റ് OBYOC എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കിയ പണമാണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതപ്പോൾ അവർക്ക് അർഹതപ്പെട്ടതാണ്. അത് തട്ടിയെടുത്തവർ കുടുങ്ങണം. തട്ടിയെടുത്തിട്ടില്ല, മറ്റവരെ തട്ടിക്കൊണ്ട് 8 ലക്ഷം രൂപയുടെ കള്ളത്തിൽ വേണേൽ അവർ കുടുങ്ങണം. ഏതായാലും വളരെ ഫെയർ ആയിട്ടൊരു അന്വേഷണം നടക്കട്ടെ, വളരെ ഫെയർ ആയിട്ട് അകത്തുപോട്ടെ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്താം. ബൈ.